കഴിഞ്ഞ ദിവസം നമ്മെ ഏറെ സങ്കടത്തിലാഴ്ത്തിയ 2 യുവാക്കളുടെ വിയോഗവാർത്തയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ മുന്നിൽ ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി കടന്നുപോയ ആ 2 യുവാക്കളുടെ മരണം ഉറ്റവരെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. രണ്ടുപേരുടെയും വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ വരുംകാലങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്നത് വലിയ വിപത്തായിരിക്കും. ജർമ്മനിയിൽ നിന്നും 1 മാസത്തെ അവധിക്ക് നാട്ടിലേക്ക് എത്തിയതായിരുന്നു കറുകച്ചാൽ പുന്നവേലി സ്വദേശി ബിബിൻ തോമസ് എന്ന 34 വയസ്സുകാരൻ. 9 മാസങ്ങൾക്ക് മുൻപ് ജോലി കിട്ടി ജർമ്മനിയിലെത്തിയ ബിബിൻ തന്റെ കുഞ്ഞു ജനിച്ച സന്തോഷത്തിലാണ് 1 മാസത്തെ അവധിയെടുത്ത് ഭാര്യ റീനയെയും മൂത്ത മകനായ 6 വയസ്സുകാരൻ റേബലിനെയും 1 മാസം മുൻപ് ജനിച്ച ഇളയ മകളെയും കാണാനായി തിടുക്കത്തിൽ നാട്ടിലേക്ക് എത്തിയത്. അവധി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ജർമ്മനിയിലേക്ക് തന്നെ തിരികെ പോകാനിരിക്കുകയുമായിരുന്നു. തന്റെ പൊന്നോമനകളെ ഓമനിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല ആ പിതാവിന്. അതിനു മുൻപേ പോകേണ്ടി വന്നതിന്റെ സങ്കടത്തിലായിരുന്നു യുവാവ്. എന്നാൽ വിധി ആ യുവാവിന് വേണ്ടി അവിടെ കാത്തുവെച്ചത് എന്നേക്കുമായുള്ള വിടപറച്ചിലായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 മാമൂടുള്ള ഭാര്യ വീട്ടിൽ വെച്ച് യുവാവ് പൊടുന്നനെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ കണ്ണൂർ സിറ്റി നീർച്ചാൽ സ്വദേശി ഫവാസ് എന്ന യുവാവിന്റെ മരണവും ഏറെ അപ്രതീക്ഷിതമാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന ഫവാസ് അവധിക്കായി നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയും ചെയ്തിരുന്നു. മകൻ എത്തുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഫവാസിന്റെ മാതാപിതാക്കളും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടുമെല്ലാം യാത്ര പറഞ്ഞ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഫവാസ്. യാത്രയ്ക്ക് തൊട്ടു മുൻപ് താമസ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ പൊടുന്നനെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇവിടെ 2 യുവാക്കളുടെയും മരണം സംഭവിച്ചിരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് എന്നതാണ് പ്രാഥമികമായ നിഗമനം. ഈ അടുത്ത കാലത്തായി നമുക്കിടയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഭൂരിഭാഗവും ഇതുപോലുള്ള യുവാക്കളുടെ അപ്രതീക്ഷിത മരണങ്ങളാണ്. 20കളിലും 30കളിലും ഉള്ളവർ പോലും കുഴഞ്ഞു വീണും ഹൃദയാഘാതം മൂലവും മരണപ്പെടുന്നത് ഇന്ന് പതിവ് കാഴ്ചയാണ്. കായികക്ഷമതയുള്ളവർ പോലും ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങുന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നുതന്നെയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷമാണ് യുവാക്കളിലെ ഇങ്ങനെയുള്ള മരണങ്ങൾ ഇത്രയധികം വർദ്ധിച്ചത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മരണങ്ങൾ കേവലം യാദൃശ്ചികമാണോ അതോ കോവിഡ് വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണോ എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ശാസ്ത്രീയമായി ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പലരും കോവിഡ് വാക്സിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളോ മാനസിക സമ്മർദ്ദമോ ഇതിന് കാരണമാകുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു പഠനം അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് യുവാക്കളുടെ മരണനിരക്ക് നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഉയരുന്നത് എന്നതിനെക്കുറിച്ച് വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരം ദുരനുഭവങ്ങൾ ഭാവിയിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയായ വിശ്രമമില്ലായ്മയും അമിതമായ വ്യായാമവും ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളുമൊക്കെ ഇതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും താഴെ കമന്റ് ചെയ്യാനായി മറക്കരുത്. നന്ദി.